ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തങ്കച്ചിക്ക് നിരഞ്ജനും മാലിനിയും തമ്മിലുള്ള ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മാലിനി ഇത് കാണുമ്പോൾ കൈമളിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവരെ കാണുമ്പോൾ കൈമളിന് എന്താണ് തോന്നുന്നത്? ഇവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് മാഡം. അതല്ല കൈമൾ, ഇവർ തമ്മിൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോ ആരെടുത്തു എന്ന് ചോദിക്കും. അതാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഫോട്ടോ ഒരു അജ്ഞാത നമ്പറിൽ നിന്നാണ് അയച്ചു തരുന്നതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ആരാണെന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ആരാണെങ്കിലും നമുക്ക് ഗുണമുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തിനാണ് എനിക്ക് അവർ അയച്ചു തരുന്നത് എന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കാനും ഈ ഒരു ഫോട്ടോ വെച്ച് അത് എനിക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇത് ഇപ്പം തന്നെ അക്ഷരക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാണ് തങ്കച്ചി നിൽക്കുന്നത്. പക്ഷേ ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതും അജ്ഞാത നമ്പറും എല്ലാം തന്നെ നിരഞ്ജനായിരിക്കും കേട്ടോ. നിരഞ്ജൻ എങ്ങനെയെങ്കിലും അക്ഷരയിൽ നിന്നും അകലാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അക്ഷരയ്ക്ക് ഇനി മറ്റൊരു ജീവിതം ലഭിക്കാൻ വേണ്ടിയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ് നിരഞ്ജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ആർക്കും ഒരു സംശയം തോന്നാതെ നിരഞ്ജനാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് ആരെയും അറിയിക്കാതിരിക്കാനാണ് അൺനോൺ നമ്പറിൽ നിന്നും ഇങ്ങനെ ഒരു മെസ്സേജും ഫോട്ടോസും അയച്ചു കൊടുക്കുന്നത്. അന്ന് വേലക്കാരിയുണ്ടോ എന്ന് മാലിനിയോട് ചോദിക്കുന്നു ഫോട്ടോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ വേലക്കാരിയാണ്, വീട്ടിലെ ജോലിക്കാരിയാണ് ആ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത്. നിരഞ്ജനെ അധികകാലം ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അക്ഷരയുടെ ജീവിതം ഓർത്തും എന്നെക്കുറിച്ച് ഓർത്ത് അക്ഷര ഒരിക്കലും ദുഃഖിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഓർത്തിട്ടാണ് നിരഞ്ജൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തങ്കച്ചി കൈമളിനോട് പറയണേ, എന്തായാലും ഇവർ തമ്മിലുള്ള അടുപ്പം അതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ല, ഇത് ഇപ്പം തന്നെ അക്ഷരക്ക് അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞാണ് തങ്കച്ചി അക്ഷരയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ തങ്കച്ചിയുടെ കോള് കാണുമ്പോൾ എന്തോ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയാണല്ലോ, ഇനിയിപ്പോൾ അടുത്തത് എന്തിനാണാവോ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. മോളെ അക്ഷര, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സുഖവും ദുഃഖവും നിങ്ങളിപ്പോൾ എന്തിനാ അറിയുന്നത്? എന്ത് ചെയ്യാനാണ്, നിനക്കിപ്പോൾ ദുഃഖമാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം സഹിച്ചില്ലേ പറ്റൂ. നിങ്ങൾ എന്തിനാണാവോ ഇപ്പോൾ വിളിച്ചത്? ഞാൻ മോളെ ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാണ്. അത് മോൾക്ക് ഗുണമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ നിനക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ്. നീ എന്താ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാതിരുന്നത്? എന്ത് ബർത്ത്ഡേ പാർട്ടി? അല്ല, അവർ രണ്ടുപേരും തനിച്ച് മാത്രമാണുള്ളത്. ആരുടെ ബർത്ത്ഡേ പാർട്ടി എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ എന്തായാലും നിനക്ക് ആ ഫോട്ടോ ഇപ്പോൾ തന്നെ അയച്ചു തരാം. എന്നിട്ട് പ്രശ്നമുണ്ടാക്കാതെ ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. അപ്പോൾ അക്ഷര പറയണേ, ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ എന്തായാലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നല്ലതിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഫോട്ടോ അയച്ചു താ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുക കേട്ടോ. അങ്ങനെ തങ്കച്ചി ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അക്ഷര നിരഞ്ജനും മാലിനിയും തമ്മിലുള്ള ഫോട്ടോ കണ്ടതോടുകൂടി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. നിരഞ്ജൻ മാലിനിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്ന ആ ഫോട്ടോ കണ്ടതോടെ അക്ഷരയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. എന്നിട്ട് അക്ഷര പൊട്ടിക്കരയുകയാണ് കേട്ടോ. പിന്നീട് ദേവികയും സിദ്ധുവും കൂടി മനോഹരൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് മനോഹരം, എന്തായി മോനെ, ചേച്ചിയുടെ കാര്യം, ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സുഖമായിട്ട് വരുന്നു. അല്ല, ഇവിടുത്തെ കാര്യമാണിപ്പോൾ കഷ്ടം. പാർവതിയെക്കുറിച്ച് ഒരു വിവരവുമില്ല, എവിടെ പോയി അന്വേഷിക്കണം, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോൾ സിദ്ധു പറയണം, ഞാൻ എന്തായാലും SP വീണ്ടും ഒന്ന് കാണുന്നുണ്ട് അച്ഛാ. അമ്മയെ കണ്ടുപിടിക്കാൻ അവരൊരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഇറക്കും. അപ്പോൾ അമ്മ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ദേവിക പറയണം, അങ്ങനെ ഒരു സ്പെഷ്യൽ ടീമിനെ പ്രേമേച്ചിയെ കണ്ടുപിടിക്കാൻ ഈ ജോലി ഏറ്റെടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് പ്രേമേച്ചിയെ പെട്ടെന്ന് പുറത്തിറക്കിയത്. പ്രേമേച്ചിയെ തട്ടിക്കൊണ്ടുപോയവർക്ക് പേടിയായതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അതുപോലെ അമ്മയെ കണ്ടുപിടിക്കാനും ഇങ്ങനെ ഒരു ടീം ഇറങ്ങുന്നുണ്ട് എന്ന് കേട്ടാൽ അവർ ഉറപ്പായും അമ്മയെയും പുറത്തു വിടാതിരിക്കില്ല. അപ്പോൾ മനോഹരം പറയാണ്, ഇതിൻ്റെയൊക്കെ പിറകിൽ അവൻ തന്നെയാണ്. അവനെ ചിലപ്പോൾ തട്ടിക്കളയണമെന്ന് പോലും എനിക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് പാർവതിയുടെ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. അതുകൊണ്ട് മാത്രമാണ് അവനെ ഇപ്പോഴും ജീവനോടെ ഞാൻ വെറുതെ വിടുന്നത്. അവനെന്തെങ്കിലും പറ്റിയാൽ പാർവതി അവൻ്റെ കസ്റ്റഡിയിലായതുകൊണ്ട് തന്നെ പാർവതിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടികൊണ്ട് മാത്രമാണ് അവനെ ഞാൻ വെറുതെ വിടുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് നീറുകയാണ്. എൻ്റെ ഭാര്യയെ ഇതുവരെ കാണാതായിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഭർത്താവിൻ്റെ നിസ്സഹായ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ സിദ്ധു പറയണം, അച്ഛൻ വിഷമിക്കാതിരിക്കെ, അമ്മയെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അപ്പോഴത്തേക്കും മുത്തശ്ശിയും പ്രിയയും കൂടി അവിടേക്ക് വരികട്ടെ. അപ്പോൾ സിദ്ധുവിനുള്ള ചായയുമായിട്ടാണ് പ്രിയ വരുന്നത്. നിങ്ങൾ വരുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ചായ എടുത്തത്. അപ്പോൾ സിദ്ധു പറയണേ, എനിക്ക് ചായ വേണ്ടിയിരുന്നില്ല, കാരണം ഞാൻ വീട്ടിൽ നിന്നും കുടിച്ചതാണ്. എന്നാലും പ്രിയ ഇനി കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ കുടിക്കാമെന്ന് പറയട്ടെ. അപ്പോൾ അതിന് മുന്നേ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയണേ, അതെന്താ, നീ എന്താ ഇവിടെ നിന്നും ഒന്നും കഴിക്കില്ലേ? അതല്ല മുത്തശ്ശി, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചത് കൊണ്ടാണ്. ഇനിയിപ്പോൾ പ്രിയ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കുടിക്കുകയാണ്. സിദ്ധു മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നങ്ങ് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും മനോഹരം പറയണേ, പരമാനന്ദ സുഖമല്ലേ, എന്താടാ നീ എന്നെ കളിയാക്കുകയാണ്? എൻ്റെ ഈ വയസ്സാകുന്ന സമയത്ത് എനിക്കൊന്നും ഒരിക്കലും എണീറ്റ് നടക്കാൻ പോലും കഴിയില്ല ഓ എന്ന് പറഞ്ഞ് മനോഹരം അങ്ങ് കളിയാക്കുക കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയണ, അല്ല, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും മോനെ നിനക്ക് തോന്നരുത്. നീ എന്തിനാണ് ആ
ചന്ദ്രയെ ഉപേക്ഷിക്കുന്നത്? നല്ല പെൺകുട്ടിയല്ലേ ചന്ദ്ര, എന്തിനാണ് ഇവളെ ഓർത്ത് നീ നിന്റെ ജീവിതം കളയുന്നത്? ഇവളെ കല്യാണം കഴിച്ചാലേ നിന്റെ കഷ്ടകാലം അതോടുകൂടി തുടങ്ങും. അപ്പോൾ മനോഹരൻ പറയണേ, ദേവിക കൊണ്ടുവരുന്ന ആഹാരമാണ് അമ്മ 3 നേരവും വെട്ടി വിഴുങ്ങുന്നത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാം അമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അപ്പോൾ ദേവിക പറയണേ, മുത്തശ്ശി പറഞ്ഞോട്ടെ അച്ഛാ, മുത്തശ്ശിക്കിപ്പോൾ എൻ്റെ കണ്ണുനീര് കാണണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ മുത്തശ്ശി എന്നെ എന്ത് പറഞ്ഞാലും ഞാനൊന്നും കരയാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ സുധിയേട്ടനേക്കാളും വലുതല്ല എനിക്ക് മറ്റൊന്ന്. കേട്ടപ്പോൾ സിദ്ധു ചെറുതായിട്ടൊന്ന് വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരൻ പറയണേ, മോളെ നീ ഇതൊന്നും പറഞ്ഞത് കേട്ട് നീ വിഷമിക്കേണ്ട. മുത്തശ്ശി പറയണേ, അയ്യോ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മനോഹര, ഈ കൊല്ലം തന്നെ ഈ വീട്ടിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടായി. അപ്പം മനോഹരൻ പറയണേ, അതെല്ലാം ദേവിക മോള് കാരണമാണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? അതിനെല്ലാം കാരണം അമ്മയും പാർവതിയുമാണ്. ശരത്തിനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ഞാൻ എത്ര തവണ പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോള് ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടായേനെ. ഇതിനെല്ലാം കാരണം അമ്മയും പാർവതിയുമാണ്. അങ്ങനെ മനോഹരൻ ദേഷ്യപ്പെടുമ്പോൾ, പോട്ടെ അച്ഛാ, വെറുതെ ദേഷ്യപ്പെടണ്ട എന്ന് സിദ്ധു പറയട്ടോ. ചന്ദ്രയുമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് സിദ്ധു എല്ലാവരോടും പറഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ദേവികയും ഒപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴാണ് പ്രിയ വാങ്ങിയ ആ കാറ് കാണുന്നത്. സിദ്ധു, ഇതാണോ കാറ് പ്രിയ വാങ്ങിയത്? അതെ. എന്താ സിദ്ധുവിനൊന്ന് ഓടിച്ചു നോക്കണം, എന്നിട്ട് പ്രിയോട് ചാവി എടുത്തുകൊണ്ട് വരാൻ പറയട്ടോ. അങ്ങനെ സിദ്ധു ആ കാറ് സ്റ്റാർട്ടാക്കുകയാണ്. എന്നിട്ട് സിദ്ധു പറയണേ, ഒരു കുഴപ്പമില്ല, നല്ല കാറാണ്. എനിക്കെന്തോ ഈ കാറിൽ ഇരുന്നപ്പോൾ നിത്യയെ പെട്ടെന്ന് ഓർമ്മ വന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രിയയുടെ മുഖം അങ്ങ് വാടുകയാണ് കേട്ടോ. അല്ല, ആ കേസ് ഇതുവരെയും എങ്ങും എത്തിയില്ലല്ലോ? ഇല്ല, എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ സിദ്ധു കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം പറയണ, നമുക്ക് കേസ് എവിടെയും എത്തിയില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്താലോ? അപ്പോൾ മനോഹരൻ പറയണേ, എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, കുറ്റം ചെയ്തവനെ പുറത്തു കൊണ്ടുവരണം, അതാരാണെങ്കിലും അവനുള്ള ശിക്ഷ കൊടുക്കണം. അപ്പോൾ ദേവിക പറയണ, ആരാണ് ഈ കുറ്റം ചെയ്തത് എന്നുള്ളത് നമുക്കറിയാലോ അച്ഛാ. അതെ, ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരരുത്. അപ്പോൾ ദേവിക പറയണ, കോടതിക്കും മറ്റും അവനെ വിട്ടുകൊടുക്കാതെ നമുക്ക് തന്നെ അവനെ കൈകാര്യം ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ ബൈക്കുമായിട്ട് ശരത്ത് അവിടേക്ക് പാഞ്ഞു വരുന്നത്. അപ്പോൾ ദേവിക ശരത്തിനോട് പറയണേ, നിന്നെക്കുറിച്ച് ഇപ്പം പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ, നിനക്ക് 100 ആയുസാണ്. അപ്പോൾ ശരത്ത് പറയണേ, അല്ല എന്താ എല്ലാവരും കൂടി കാറിന് ചുറ്റും? ദേവിക പറയണേ, ഓ വെറുതെ നിന്നതാണ്, ഒരു രസം, എന്താ നിൽക്കാൻ പാടില്ലേ? ഓ നിങ്ങൾ നിന്നോ, പക്ഷേ ഇവൻ എന്തിനാണാവോ നിൽക്കുന്നത്? ഇത് നിന്നാൽ എന്താ കുഴപ്പം? വെറുതെ എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് അതും ഇതുമൊക്കെ പറയിപ്പിക്കുന്നത്? അപ്പോൾ ദേവിക പറയണേ, അത് ശരി, നിന്നെ ഒരു ബന്ധവുമില്ലാത്ത നിനക്ക് ഇവിടെ താമസിക്കാമെങ്കിൽ, നിനക്കിവിടെ നിൽക്കാമെങ്കിൽ, നിനക്കിവിടെ താമസിക്കാമെങ്കിൽ സിദ്ധുവിനിപ്പോൾ ഇവിടെ നിന്നാൽ എന്ത് കുഴപ്പമാണുള്ളത്? അതിഥിയായ സിദ്ധു ഇവിടെ വന്നാലാണോ നിനക്ക് കുഴപ്പമുണ്ടാകുന്നത്? ആ നിന്റെ ഈ സ്വസ്ഥതയോടൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി മുതൽ സിദ്ധു ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനാണ് പോകുന്നത്. എന്താ, നിനക്ക് വല്ല കുഴപ്പവുമുണ്ടോ? എന്ത് വേണമെങ്കിലും ആയിക്കോ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിലും ഇനി മുതൽ നിങ്ങളുടെയൊക്കെ കാലമല്ലേ വരാൻ പോകുന്നത്. പിന്നെ ഈ കാർ എടുത്തോണ്ട് വെറുതെ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കണ്ട, ഇത് ബാധയുള്ള കാറാണ്, ഇത് ചതിക്കും. ശരത്ത് റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ പ്രിയക്ക് ആ ഒരു ബാധയുള്ള കാറ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അക്ഷര കാഞ്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണം, അപ്പച്ചി തിരക്കിലാണോ? വിശാലിനെ ഒന്ന് ഇവിടേക്ക് വരാൻ പറയുമോ? എന്തിനാ മോളെ വിശാലിനോട് എനിക്കൊരു കാര്യം പറയാനാണ്. അല്ല മോളെ ഇവിടേക്ക് വരുത്തണോ? ഏട്ടനത് ഇഷ്ടപ്പെടില്ലല്ലോ, നിങ്ങൾക്ക് പുറത്തുനിന്ന് സംസാരിച്ചാൽ പോരെ? ഏയ് അതൊന്നും കുഴപ്പമില്ല, ഡാഡി ഒന്നും പറയില്ല, ഞാനത് ശ്രദ്ധിച്ചോളാം. ആദ്യം വിശാലിനോട് ഇവിടേക്ക് വരാൻ പറ അപ്പച്ചി എന്ന് പറയട്ടോ. അങ്ങനെ കാഞ്ചന വിശാലിനോട് വീട്ടിലേക്ക് വരാൻ പറയുന്നു. ദേവിക ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഞങ്ങൾ വീട്ടിലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താന്ന് വെച്ച് തീരുമാനിച്ചോട്ടെ, എനിക്കെന്താ ഇതിൽ കുഴപ്പം? അല്ല, നിന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണ്, നിനക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല. എന്താണാവോ? എന്താണെങ്കിലും പറഞ്ഞോ. നിത്യയുടെ കേസിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതി ഇല്ലാത്തത് കൊണ്ട് കോടതിയിൽ ഞങ്ങളൊരു ഹർജി കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണുള്ളത്? ഇപ്പം തന്നെ പോലീസുകാരെ നല്ലതുപോലെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ കൊലപാതക കേസല്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും ഇതിന് ഉത്തരം കിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കും മുത്തശ്ശിയും മനോഹരനും പ്രിയയും കൂടി അവിടേക്ക് വരും കേട്ടോ. എന്നിട്ട് ദേവിക പറയണ, അച്ഛാ ശരത്ത് പറയുന്നത് കേസൊന്നും കൊടുക്കണ്ട എന്നുള്ളതാണ്. അവൻ്റെ അഭിപ്രായം ആര് കേൾക്കുന്നു? CBI തന്നെ വരണം, എന്നാലാണ് ഈ കേസ് തെളിയിക്കുകയുള്ളൂ. അത് മുത്തശ്ശിയുടെ അഭിപ്രായം അത് തന്നെ ആയിരിക്കും. അപ്പോൾ ശരത്ത് പറയണേ, മുത്തശ്ശിക്ക് ആ അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി അങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയണേ, അല്ല, നിത്യയുടെ കൊലപാതകൻ ആരാണ് ചെയ്തത് എങ്കിൽ അവനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം. പക്ഷേ സിദ്ധുവിൻ്റെ എന്തായാലും ഇതിൽ ഇടപെടണ്ട, അവനെ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ദേവിക പറയണേ, സിദ്ധു അതിന് വലുതായിട്ട് മാത്രമാണുള്ളത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് അന്വേഷിക്കുന്നതും കണ്ടെത്താൻ പോകുന്നതൊക്കെ. എന്തായാലും CBI അന്വേഷണം തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരത്ത്
പറയാണ് CBI അല്ല, ആര് വന്നിട്ടും കാര്യമില്ല, എന്തായാലും നിത്യയുടെ കൊലപാതകയെ ആർക്കും കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ദേവിക അതെന്താ അങ്ങനെ, എന്താണെന്നുള്ള ചോദ്യമൊന്നും എന്നോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് ശരത്ത് അങ്ങ് എണീറ്റ് പോവാട്ടോ. അപ്പോൾ പ്രിയ വീണ്ടും ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണേ, നിത്യയുടെ കൊലപാതകയെ കണ്ടെത്തണ്ട എന്നുള്ളത് അത് നിന്റെ മാത്രം തീരുമാനമാണ്. നിനക്ക് മാത്രമാണല്ലോ നിത്യയുടെ കൊലപാതക ആരാണുള്ളത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കേണ്ട എന്ന് നീ മാത്രമാണല്ലോ പറയുന്നത്. ശരത്ത് ദേഷ്യത്തിൽ പറയാൻ, നീ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ. ഏത് CBI വന്നിട്ടും കാര്യമില്ല, നിത്യയെ കൊന്നത് ആരാണെന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രിയ പറയണ, അതിന് ഞങ്ങൾക്കറിയാലോ നിത്യയെ കൊന്നത് ആരാണെന്നുള്ളത്. പക്ഷേ ദേവികേച്ചിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. നീയാണ് അത് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശരത്ത് പറയണേ, എന്താ വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണോ എൻ്റെ തലയിൽ ഇടാൻ നോക്കുന്നത്? ഞാൻ നിത്യയെ വിവാഹം കഴിക്കാൻ തന്ന പയ്യനാണ്, പിന്നെ എങ്ങനെയാണ് നിത്യയെ ഞാൻ കൊല്ലുന്നത്? പ്രിയ പറയണ, അതിനെ നീ നിത്യയല്ലല്ലോ അവിടെ പ്രതീക്ഷിച്ചത്, ഒരാൾക്ക് വെച്ച് കെണിയായിരുന്നല്ലോ അത്. ശരത്ത് വീണ്ടും പറയണേ, ഏത് CBI വന്നാലും എൻ്റെ കോടതി വിധിക്കുന്നതും ന്യായം വിധിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രിയ പറയണ, അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ്. ഞാൻ ചേച്ചിക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ജീവനോട് ഉള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ നീ പറയുകയാണെങ്കിൽ ഞാൻ ചേച്ചിക്ക് കൊടുത്ത വാക്കങ്ങ് മറക്കും. എന്നിട്ട് നിന്നെ തെക്ക് വടക്ക് കെടുത്താൻ റെഡിയായി നിന്നോ നീ, നിന്റെ അവസാനം അടുത്തു കഴിഞ്ഞു ശരത്തെ എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ടാണ് പ്രിയ പോകുന്നത്. അത് കേൾക്കുമ്പോൾ ശരത്ത്, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവളെ ഇനിയിപ്പോൾ സൂക്ഷിക്കണമല്ലോ, ഇവളെയും ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇല്ലാതാക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്.